ഹലോ ടോറസ്, വെൽക്കം ടു യുവർ റീഡിംഗ്. നമുക്ക് നോക്കാം ഇടവം രാശിയിലുള്ളവരുടെ ജൂലൈ മാസത്തിലോട്ടുള്ള മെസ്സേജസ് ആൻഡ് ഗൈഡൻസ് എന്തൊക്കെയാണെന്ന്. ഈ ഒരു റീഡിംഗ് നിങ്ങളുടെ സൺ, മൂൺ, റൈസിങ്, നോർത്ത് നോഡിൻ്റെ ബേസിസിൽ നിങ്ങൾക്ക് കാണാവുന്നതാണ്. അല്ലെങ്കിൽ ഇതൊന്നും നിങ്ങൾക്ക് അറിയില്ലെങ്കിൽ ഏത് സൈനിലോട്ടാണോ നിങ്ങൾക്ക് കൂടുതൽ അട്രാക്ഷൻ തോന്നുന്നത് അല്ലെങ്കിൽ ഇൻറ്റ്യൂഷൻ നിങ്ങളെ ഗൈഡ് ചെയ്യുന്നത് അത് ചൂസ് ചെയ്തിട്ട് നിങ്ങൾക്ക് ഈ റീഡിംഗ് കാണാവുന്നതാണ്. അപ്പോൾ കറക്റ്റായിട്ടുള്ള ഇൻഫർമേഷൻ, കറക്റ്റായിട്ടുള്ള എനർജി നിങ്ങളുടെ അടുത്തോട്ട് വരുന്നതാണ്. അതിനെക്കുറിച്ച് ഓർത്തിട്ട് ഓവറായിട്ട് വറി ചെയ്യേണ്ട ആവശ്യമില്ല. കാമായിട്ടിരുന്ന് സമാധാനമായിട്ടിരുന്ന് റീഡിംഗ് കാണാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ നമുക്ക് നോക്കാം ടോറസ്, അതായത് ഇടവ രാശിക്കാർക്കുള്ള ജൂലൈ മാസത്തിലോട്ടുള്ള ഓവറോൾ എനർജീസ് എന്തൊക്കെയാണ്. താങ്ക് യു. ടോറസ്, വണ്ടറസ് യൂണിവേഴ്സ്, വാക്ക് ഇൻ ബ്യൂട്ടി. ഈ ഒരു ഫസ്റ്റ് 10 ഡേയ്സിൻ്റെ എനർജിയിൽ വന്നിട്ട് യൂണിവേഴ്സായിട്ട് കുറേ കൂടെ കണക്ട് ചെയ്യാനായിട്ട് അല്ലെങ്കിൽ സ്പിരിച്വൽ മെസ്സേജസ്, ഡൗൺലോഡ്സ് ലഭിക്കാനായിട്ട് കുറച്ച് പേർക്ക് പോസിബിലിറ്റീസ് കൂടുതലാണ്. കുറച്ച് പേര് ഗ്രഹങ്ങളെക്കുറിച്ചിട്ട്, യൂണിവേഴ്സിനെ കുറിച്ചിട്ട് കൂടുതലായിട്ട് പഠിക്കാനായിട്ട് ശ്രമിക്കുന്ന ടൈം പീരീഡ് ആയിരിക്കാം. സ്പിരിച്വൽ ലേണിംഗ് പോസിബിൾ ആകുന്ന സമയമായിരിക്കാം. അപ്പോൾ ഒരു ഫ്രീ ഫ്ലോയിലിരിക്കുന്ന സമയത്ത്, ബാലൻസ്ഡ് ആയിട്ടിരിക്കുന്ന സമയത്ത് കുറേ കൂടെ പോസിറ്റീവ് എനർജി നിങ്ങളുടെ ലൈഫിലോട്ട് വരുന്നതായിട്ട് നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നുണ്ടാകാം. അപ്പോൾ വാക്ക് ഇൻ ബ്യൂട്ടിയാണ്. കുറച്ച് പേര് നിങ്ങളുടെ ബ്യൂട്ടി, ഇന്നർ ബ്യൂട്ടി ആയിരിക്കാം അല്ലെങ്കിൽ ഔട്ടർ ബ്യൂട്ടി ആയിരിക്കാം. അപ്പോൾ സൗന്ദര്യത്തിന് കുറേ കൂടെ നിങ്ങൾ ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ഒരു സമയമായിരിക്കാം. ആന്തരിക സൗന്ദര്യമായിരിക്കാം കുറച്ച് പേർക്ക് വന്നിട്ട്. അപ്പോൾ അത് കുറച്ചും കൂടെ ബാലൻസ്ഡ് ആക്കി നിർത്താനായിട്ട് കുറച്ച് പേര് എന്തെങ്കിലുമൊക്കെ സ്റ്റെപ്സ് എടുക്കുന്നതായിട്ടും എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ഒത്തിരി പോസിറ്റീവായിട്ടുള്ള ടൈം പീരീഡാണ് ഫസ്റ്റ് 10 ഡേയ്സ് വന്നിട്ട്. ക്ലെൻസിങ് വാട്ടേഴ്സ്. നെക്സ്റ്റ് 10 ഡേയ്സ് വന്നിട്ട് പ്യൂരിഫിക്കേഷൻ്റെ ടൈമാണ്, ക്ലെൻസിങ്ങിൻ്റെ ടൈമാണ്. കാര്യങ്ങൾ ലെറ്റ് ഗോ ചെയ്ത് മുന്നോട്ട് പോകാനായിട്ട് ശ്രമിക്കുന്ന ഒരു ടൈം പീരീഡാണ്. ഇവിടെ പ്യൂരിഫിക്കേഷൻ ആക്ടിവേറ്റ്സ് വൈബ്രൻറ്റ് ലൈഫ് ഫോഴ്സസ്. എന്തെങ്കിലുമൊക്കെ ടോക്സിക് ആയിട്ടുള്ള കാര്യങ്ങൾ നിങ്ങളിൽ നിന്ന് ലെറ്റ് ഗോ ചെയ്ത് കഴിയുമ്പോൾ നിങ്ങളുടെ ലൈഫ് ഫോഴ്സ്, നിങ്ങളുടെ ആ ഒരു എനർജി കൂടുന്നതായിട്ട് നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നതാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള സ്റ്റെപ്സ് എടുക്കുന്ന ഒരു ടൈം പീരീഡായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. കുറച്ച് പേർക്ക് ഈ ഒരു ടൈമിൽ കുറച്ചും കൂടെ ശ്രദ്ധയോടുകൂടി നിങ്ങളുടെ ഇമോഷൻസ്, വൈകാരികമായിട്ടുള്ള എനർജീസ് ഹാൻഡിൽ ചെയ്യാനായിട്ടും പറയുന്നുണ്ട്. കുറച്ച് പേർക്ക് വാട്ടർ എലമെൻറ്റ്സ് ആയിരിക്കാം, അതും കുറച്ചും കൂടെ ശ്രദ്ധയോടുകൂടി കൈകാര്യം ചെയ്യുക ഈ ഒരു ടൈം പീരീഡിൽ വന്നിട്ട്. ഇതിലും ഒത്തിരി ബ്യൂട്ടി കാണുന്നുണ്ട്. ഒത്തിരി ഫിസിക്കൽ ബ്യൂട്ടി ആയിരിക്കാം. കുറച്ചും കൂടെ എക്സസൈസ് ചെയ്യുക അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ നിങ്ങളുടെ ലൈഫിൽ കുറച്ചും കൂടെ ഇമ്പ്രൂവ്മെൻറ്റ് കൊണ്ടുവരാനായിട്ട് ശ്രമിക്കുന്ന ടൈം പീരീഡ് ആയിട്ടാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. കുറച്ച് പേർക്ക് ഇത് ആത്മീയമായിട്ടുള്ള എനർജിയാണ്. കുറച്ചും കൂടെ ഇൻറ്റ്യൂഷനായിട്ട് കണക്ട് ചെയ്യാനായിട്ടും ശ്രമിക്കുന്നുണ്ടാകാം. അൺനോൺ ടെറിട്ടറി. ഈ ഒരു മന്തിൻ്റെ ലാസ്റ്റ് 10 ഡേയ്സ് വന്നിട്ട് ഇവിടെ അൺനോൺ ടെറിട്ടറിയുടെ എനർജിയാണ്. അതായത് മുന്നോട്ട് എന്താണെന്ന് അറിയത്തില്ല, ക്ലിയർ ഇല്ല, വ്യക്തതയില്ല. പക്ഷേ ഒരു യാത്രയ്ക്ക് വേണ്ടിയിട്ട്, ഒരു ജേണിക്ക് വേണ്ടിയിട്ട് തയ്യാറെടുപ്പുകൾ നടത്തുന്ന ഒരു സമയമായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങളോട് ഇവിടെ പറയുന്നത്, നിങ്ങളെ കറക്റ്റായിട്ട് യൂണിവേഴ്സ് അല്ലെങ്കിൽ സ്പിരിച്വൽ ടീം നിങ്ങളെ ഗൈഡ് ചെയ്യുന്നതാണ്. ഇവിടെ ആനിമൽ സ്പിരിറ്റ്സ്, ബേർഡ്സ് വളരെ സിഗ്നിഫിക്കൻ്റ് ആണ്. കുറച്ച് പേർക്ക് മഹാലക്ഷ്മിയുടെ ഊർജം കാണുന്നുണ്ട്, അറിവ്, നോളേജിൻ്റെ ഊർജം കാണുന്നുണ്ട്. അതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടും ഇവിടെ എന്തെങ്കിലുമൊക്കെ എനർജീസ് ഫോക്കസിൽ വരുന്നുണ്ടാകാം ഈ ഒരു ടൈം പീരീഡിൽ വന്നിട്ട്. അപ്പോൾ നിങ്ങളോട് ഇവിടെ പറയുന്നത്, യു ആർ എക്സാക്ട്ലി വേർ യു നീഡ് ടു ബി. എന്തെങ്കിലും കൺഫ്യൂഷൻസ്, എന്തെങ്കിലുമൊക്കെ സ്റ്റക്ക് എനർജിയിൽ നിങ്ങൾ ഇരിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കുക, നിങ്ങൾ എക്സാക്ട്ലി എവിടെയാണോ എത്തിച്ചേരേണ്ടത്, എന്താണോ ചെയ്യേണ്ടത്, ആ ഒരു സ്പേസിലാണ് നിൽക്കുന്നത്. അപ്പോൾ നിങ്ങളെ ഓവറായിട്ട് ഡൗട്ട് ചെയ്യാതിരിക്കുക. നിങ്ങളുടെ ഇൻ്റലിജൻസ്, നിങ്ങളുടെ വിസ്ഡം, അറിവുകൾ യൂസ് ചെയ്തിട്ട് മുന്നോട്ട് പോകാനായിട്ട് ശ്രമിക്കുക. നിങ്ങൾക്ക് ഒത്തിരി സപ്പോർട്ട് ലഭിക്കുന്നതാണ്. അത് ട്രസ്റ്റ് ചെയ്യുക. അത് നിങ്ങളെ സഹായിക്കുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഈ ഒരു സമയത്ത് ആരോഗ്യം കുറച്ചും കൂടെ ശ്രദ്ധിക്കുക. എന്തെങ്കിലും ചെറിയ ചെറിയ ഹെൽത്ത് ഇഷ്യൂസ് വരാനായിട്ടുള്ള ചാൻസസ് കൂടുതലാണ്. ഇപ്പോൾ കോൾഡായിട്ട് റിലേറ്റ് ചെയ്തിട്ടായിരിക്കാം. തണുപ്പ് കൂടുമ്പോൾ നിങ്ങളുടെ ബോഡി അതിനോട് റിയാക്ട് ചെയ്യുന്നതായിരിക്കാം. അല്ലെങ്കിൽ ചെറിയ ഇഷ്യൂസ് ആയിരിക്കാം. അപ്പോൾ അതും കുറച്ചൊന്ന് ശ്രദ്ധയോടുകൂടി കൈകാര്യം ചെയ്യാനായിട്ട് ഈ ഒരു ടൈം പീരീഡിൽ നിങ്ങളോട് പറയുന്നുണ്ട്. അപ്പോൾ ഇവിടെ സ്പിരിച്വൽ ട്രാൻസ്ഫോർമേഷൻ്റെ എനർജിയും കാണുന്നുണ്ട്. പ്രത്യേകിച്ചും ഫസ്റ്റ് 10 ഡേയ്സ്
അതുവഴി നിങ്ങളുടെ ലൈഫിൽ ക്ലെൻസിങ് സംഭവിക്കുന്നതാണ്. അതിനുശേഷം നിങ്ങളൊരു അൺനോൺ ടെറിട്ടറി, നിങ്ങൾക്ക് അധികം പരിചയമില്ലാത്ത ഒരു എനർജി ഫീൽഡായിട്ട് കണക്ട് ചെയ്യാനായിട്ട് കുറച്ച് പേര് ശ്രമിക്കുന്നതായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. ഇവിടെ ബാക്കിൽ വന്നിട്ട് ഫൈൻഡിങ് സാങ്ച്വറി ആണ്, ഓപ്പണിംഗ് ടു യുവർ സ്പിരിച്വൽ സോഴ്സ്. അപ്പോൾ നിങ്ങളോട് പറയുന്നത് കുറച്ചും കൂടെ യൂണിവേഴ്സിനെ ട്രസ്റ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുക, വിശ്വസിക്കാനായിട്ട് ശ്രമിക്കുക. അവിടെ നിന്ന് കിട്ടുന്ന ഇൻഫർമേഷൻസ്, ഗൈഡൻസ് നിങ്ങൾ ഫോളോ ചെയ്യുക. അത് നിങ്ങളുടെ ലൈഫിൽ ഒത്തിരി മാജിക് ക്രിയേറ്റ് ചെയ്യാനായിട്ട് നിങ്ങളെ സഹായിക്കുന്നതാണ്. ബിലീവ് ഇൻ മാജിക്. നിങ്ങൾ എന്താണോ ബിലീവ് ചെയ്യുന്നത്, വിശ്വസിക്കുന്നത്, അത് നിങ്ങളുടെ ലൈഫിൽ മാനിഫെസ്റ്റ് ചെയ്ത് വരുന്നതാണ്. മൂൺ ലൈറ്റിൻ്റെ എനർജി കാണുന്നുണ്ട്. കുറച്ച് പേർക്ക് എന്തെങ്കിലും കലകൾ, എന്തെങ്കിലും ആർട്സ്, ക്രാഫ്റ്റ് അല്ലെങ്കിൽ ക്രിയേറ്റീവായിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങളായിട്ട് കണക്ട് ചെയ്യാനായിട്ടും കുറച്ച് പേർക്ക് അവസരങ്ങൾ ലഭിക്കുന്നതാണ്. കുറച്ച് പേർക്ക് ഫുഡ് റിലേറ്റഡ് ആയിട്ടുള്ള എന്തെങ്കിലും പ്രോബ്ലംസ് ഹീൽ ചെയ്യാനായിട്ടും കുറച്ച് പേർക്ക് സാധിക്കുന്നതാണ്. കുറച്ച് പേർക്ക് മനസ്സമാധാനമാണ്, കുറച്ചും കൂടെ സന്തോഷം, സമാധാനമായിട്ട് കണക്ട് ചെയ്യാനായിട്ടും ഈ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിച്ചു കഴിയുമ്പോൾ കുറേ കൂടെ ഈസി ആകുന്നതാണ് നിങ്ങളുടെ ലൈഫ് വന്നിട്ട്. നെക്സ്റ്റ് നിങ്ങളുടെ കരിയർ, ഫിനാൻസ്, ഹെൽത്ത് ഒക്കെ ആയിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള എനർജി നോക്കാം. ടോറസ്, ഇടവം രാശിക്കാർക്കുള്ള എനർജീസ് എന്തൊക്കെയാണ്? താങ്ക് യു, താങ്ക് യു, താങ്ക് യു. ഇടവം രാശി, താങ്ക് യു. 3 of Swordsൻ്റെ എനർജിയാണ്. ഇവിടെ നിങ്ങളുടെ കരിയറായിട്ട് റിലേറ്റ് ചെയ്തിട്ട് എന്തെങ്കിലുമൊക്കെ ചാലഞ്ചസ്, ചെറിയ ചെറിയ പ്രശ്നങ്ങൾ നിങ്ങൾക്ക് ഫേസ് ചെയ്യേണ്ടി വരുന്നുണ്ടാകാം. പക്ഷേ ആ ഒരു ചാലഞ്ച്, ആ ഒരു തടസ്സങ്ങൾ നിങ്ങളെ കുറച്ചും കൂടെ സ്ട്രോങ് ആക്കി മാറ്റാനായിട്ട് നിങ്ങളെ സഹായിക്കുന്നതാണ്. നിങ്ങളുടെ പേഴ്സണൽ ഗ്രോത്തിന് ഒത്തിരി സഹായമായിട്ട് നിൽക്കുന്നതാണ് ആ ഒരു ചാലഞ്ച് വന്നിട്ട്. അപ്പോൾ കുറച്ചും കൂടെ ബോൾഡായിട്ടുള്ള ഒരു എനർജിയിലോട്ട് വരിക. എന്തെങ്കിലുമൊക്കെ മിസ്അണ്ടർസ്റ്റാൻഡിങ്, ചെറിയ ചെറിയ പ്രശ്നങ്ങൾ നിങ്ങളുടെ കരിയറായിട്ട് റിലേറ്റ് ചെയ്തിട്ട് വരുന്നുണ്ടെങ്കിൽ ആ എനർജീസ് ലെറ്റ് ഗോ ചെയ്ത് കുറച്ചും കൂടെ പോസിറ്റീവ് രീതിയിൽ മുന്നോട്ട് പോകാനായിട്ട് ശ്രമിക്കുക. അത് നിങ്ങളെ സഹായിക്കുന്നതാണ് ഈ ഒരു ടൈം പീരീഡിൽ വന്നിട്ട്. ഇവിടെ എംപററിൻ്റെ എനർജി വന്നിട്ടുണ്ട്. കുറച്ച് പേർക്ക് മണി ഫിനാൻസ് ആയിട്ട് റിലേറ്റ് ചെയ്തിട്ട് ഒത്തിരി പോസിറ്റീവ് എനർജി എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ഒത്തിരി സക്സസ്, ഒത്തിരി ഇമ്പ്രൂവ്മെൻറ്റ് നിങ്ങളുടെ ലൈഫിൽ കൊണ്ടുവരാനായിട്ട് സാധിക്കുന്നുണ്ടാകാം. പവർഫുള്ളായിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ, മെസ്സേജസ് നിങ്ങളുടെ മണി ഫിനാൻസ് ആയിട്ട് റിലേറ്റ് ചെയ്തിട്ട് റിസീവ് ആകുന്നതായിട്ട്, ലഭിക്കുന്നതായിട്ടും എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഫിനാൻഷ്യലി എന്തെങ്കിലും ഒരു പോസിറ്റീവായിട്ടുള്ള ഒരു ബ്ലെസ്സിങ് നിങ്ങളുടെ ലൈഫിൽ കടന്നു വരുന്നതാണ്. അല്ലെങ്കിൽ നിങ്ങളുടെ ഫിനാൻഷ്യൽ സിറ്റുവേഷൻ കുറച്ചും കൂടെ ബുദ്ധിപൂർവ്വം ഹാൻഡിൽ ചെയ്യാനായിട്ട്, മാനേജ് ചെയ്യാനായിട്ടുള്ള സ്റ്റെപ്സ് എടുക്കുന്നതായിട്ടും എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ വരുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഇൻറ്റ്യൂഷൻ നിങ്ങളെ ഗൈഡ് ചെയ്യുന്നുണ്ടാകാം. അപ്പോൾ അതനുസരിച്ചിട്ട് നിങ്ങൾ മുന്നോട്ട് പോകുമ്പോൾ സ്ട്രോങ് ആയിട്ട് നിൽക്കാനായിട്ട് നിങ്ങൾക്ക് സാധിക്കുന്നതാണ് ഫിനാൻഷ്യലി വന്നിട്ട്. 9 of Swordsൻ്റെ എനർജി, ഹെൽത്ത് കുറച്ചൊന്ന് ടേക്ക് കെയർ ചെയ്യുക. ആവശ്യത്തിന് വിശ്രമം, സ്ലീപ്പ്, റെസ്റ്റ് അതെല്ലാം ആവശ്യമായിട്ട് വരുന്നുണ്ടാകാം ഈ ഒരു മന്ത് വന്നിട്ട്. ഒത്തിരി ചിന്തകൾ നിങ്ങളെ അലട്ടുന്നുണ്ടാകാം. മാനസികമായിട്ടുള്ള എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങളായിരിക്കാം, അല്ലെങ്കിൽ ഹെൽത്ത് ഇഷ്യൂസ് കൊണ്ടിട്ട് എന്തെങ്കിലുമൊക്കെ ടെൻഷൻസ് ഉണ്ടാകുന്നതായിരിക്കാം. അപ്പോൾ അവിടെ കുറച്ചൊരു ഹീലിംഗ് കൊണ്ടുവരാനായിട്ട് ഇവിടെ പറഞ്ഞ പോലെ തന്നെ എന്തെങ്കിലുമൊക്കെ ടോക്സിക് ആയിട്ടുള്ള എനർജീസ് നിങ്ങളുടെ ഉള്ളിലോട്ട് എടുത്തിട്ടുണ്ടെങ്കിൽ അത് ലെറ്റ് ഗോ ചെയ്യാനായിട്ട് ശ്രമിക്കുക. അത് നിങ്ങളെ സഹായിക്കുന്നതാണ് ഈ ഒരു സമയത്ത് വന്നിട്ട്. ഇവിടെ മജിഷ്യൻ്റെ എനർജി വന്നിട്ടുണ്ട്. ഇവിടെ നിങ്ങളുടെ ലവ്, ഫാമിലി, റിലേഷൻഷിപ്പായിട്ട് റിലേറ്റ് ചെയ്തിട്ട് ഒത്തിരി പോസിറ്റീവായിട്ടുള്ള ടൈം പീരീഡാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. ഒത്തിരി മാനിഫെസ്റ്റേഷൻസ് കാണുന്നുണ്ട്. പോസിറ്റീവായിട്ടുള്ള ഒത്തിരി കാര്യങ്ങൾ നിങ്ങളുടെ ലൈഫിൽ സംഭവിക്കുന്നുണ്ടാകാം ഈ ഒരു ടൈം പീരീഡിൽ വന്നിട്ട്. കുറച്ച് പേർക്ക് എഗെയിൻ നിങ്ങളെന്താണ് ബിലീവ് ചെയ്യുന്നത്, വിശ്വസിക്കുന്നത്, അതും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം അതാണ് നിങ്ങളുടെ ലൈഫിൽ മാനിഫെസ്റ്റ് ചെയ്ത് വരുന്നത്. അപ്പോൾ അവിടെ കുറച്ചൊരു ശ്രദ്ധ, അറ്റൻഷൻ കൊടുക്കുക. പീസ്, സമാധാനം, സ്നേഹത്തിന് കുറച്ചും കൂടെ മുൻഗണന കൊടുക്കുക. അതെല്ലാം നിങ്ങൾക്ക് യൂസ്ഫുള്ളായിട്ട് വരുന്നതാണ് ഈ ഒരു മന്തിൽ. അതുപോലെ തന്നെ പഠിക്കാനായിട്ടും ലേൺ ചെയ്യാനായിട്ടും ശ്രമിക്കുക. ഇവിടെ പറഞ്ഞ പോലെ തന്നെ എന്തെങ്കിലുമൊക്കെ മിസ്റ്റേക്സ് ഉണ്ടാകുന്നുണ്ടെങ്കിൽ അവിടെ നിന്ന് പാഠങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് മുന്നോട്ട് പോകുക. അതും ഇവിടെ പോസിറ്റീവായിട്ടുള്ള എനർജിയിലിരിക്കാനായിട്ട് നിങ്ങളെ സഹായിക്കുന്നതാണ്. അപ്പോൾ ഓവറോൾ ഇവിടെ പറയുന്നത് കുറച്ചൊന്ന് റിലാക്സ്ഡ് ആയിട്ടിരിക്കുക. നിങ്ങൾ കൂടുതലായിട്ട് ഫോക്കസ് ചെയ്യുന്നത് നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങളിലാണെങ്കിൽ അവിടെ കുറച്ചൊരു ശ്രദ്ധ, അറ്റൻഷൻ കൊടുക്കുക.
കുറച്ച് പേർക്ക് നിങ്ങൾ വിചാരിച്ച പോലെ കാര്യങ്ങൾ നടക്കുന്നില്ല, നിങ്ങൾ പല കാര്യങ്ങളും പ്രതീക്ഷിക്കുന്നുണ്ടാകാം, പക്ഷെ അത് സംഭവിക്കുന്നില്ല. അതായിരിക്കാം കുറച്ച് പേർക്ക് പ്രോബ്ലം ക്രിയേറ്റ് ചെയ്യുന്നത്. പക്ഷെ അതിൻ്റെ എല്ലാം പിന്നിലൊരു റീസൺ ഉണ്ടാകാം, ഹിഡൻ ബ്ലെസ്സിങ് ഉണ്ടാകാം. അത് മനസ്സിലാക്കാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ അത് നിങ്ങൾ ഉൾക്കൊണ്ട് കഴിയുമ്പോൾ ഒത്തിരി ന്യൂ എനർജീസ് ആയിട്ട് കണക്ട് ചെയ്യാനായിട്ട്, വ്യത്യസ്തമായിട്ട് തിങ്ക് ചെയ്യാനായിട്ട്, ന്യൂ ഐഡിയ, ന്യൂ ക്രിയേറ്റിവിറ്റി അതൊക്കെ ആയിട്ട് കണക്ട് ചെയ്യാനായിട്ട് നിങ്ങളെ സഹായിക്കുന്നതാണ്. അപ്പോൾ മെയിനായിട്ട് ലെറ്റ് ഗോ ചെയ്യുക. എന്തെങ്കിലുമൊക്കെ അൺവാണ്ടഡ് ആയിട്ടുള്ള എനർജീസ് നിങ്ങളുടെ ഉള്ളിൽ നിങ്ങൾ സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ അത് ലെറ്റ് ഗോ ചെയ്യാനായിട്ട് ശ്രമിക്കുക. അത് നിങ്ങളെ ഈ ഒരു മന്ത് സഹായിക്കുന്നതാണ്. നെക്സ്റ്റ് നിങ്ങളുടെ ഫുൾ മൂൺ എനർജി നോക്കുക. ടോറസ്, ഇടവം രാശി, ഫുൾ മൂൺ എനർജി എന്താണ്? ഓക്കെ, ഇവിടെ ക്രൈസക്കോളയാണ് സ്റ്റാർട്ട് ഫ്രഷ്. ഈ ഒരു ഫുൾ മൂൺ ടൈമിൽ നിങ്ങളോട് പറയുന്നത് കഴിഞ്ഞതെല്ലാം കഴിഞ്ഞു, ഒരു ഫ്രഷ് സ്റ്റാർട്ട് കൊണ്ടുവരാനായിട്ട് ശ്രമിക്കുക. പുതിയ തുടക്കങ്ങൾ നിങ്ങൾ ഇനിഷ്യേറ്റ് ചെയ്യാനായിട്ട് അല്ലെങ്കിൽ അതിനോട് യെസ് പറയാനായിട്ട് ശ്രമിക്കുക. അത് നിങ്ങളെ ഈ ഒരു സമയത്ത് സഹായിക്കുന്നതാണ്. ഗാർനറ്റ്, ഇഗ്നൈറ്റ് യുവർ പാഷൻസ്. കുറച്ച് പേർക്ക് നിങ്ങളുടെ പാഷൻ, നിങ്ങൾക്ക് എന്താണ് കൂടുതലായിട്ട് ആഗ്രഹമുള്ളത്, അതിൽ കുറച്ചും കൂടെ ഒരു ക്ലാരിഫിക്കേഷൻ, ഒരു വ്യക്തത കൊണ്ടുവരാനായിട്ടും ശ്രമിക്കുക. അതായത് നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങൾ നിങ്ങൾ എത്രത്തോളം ആസ്വദിക്കുന്നുണ്ട്, നിങ്ങൾ എത്രത്തോളം ഇൻവോൾവ് ആയിട്ട് അവിടെ നിങ്ങളുടെ എനർജി കൊടുക്കുന്നുണ്ട്, അത് കുറച്ചും കൂടെ ചെക്ക് ചെയ്യാനായിട്ട് പറയുന്നുണ്ട്. നിങ്ങൾ ഇഷ്ടമില്ലാത്ത കാര്യങ്ങൾ ചെയ്യുന്ന സമയത്ത് അതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള റിസൾട്ടാണ് നിങ്ങളുടെ ലൈഫിലോട്ട് വരുന്നത്. അപ്പോൾ അവിടെ കുറച്ചൊന്ന് ശ്രദ്ധിക്കുക. കുറച്ച് പേർക്ക് പാഷൻ ഉദ്ദേശിക്കുന്നത് നിങ്ങളുടെ ക്രിയേറ്റിവിറ്റി ആയിട്ട് കണക്ട് ചെയ്യാനായിട്ടും ശ്രമിക്കുക. അതും കുറച്ച് പേരെ ഹീൽ ചെയ്യാനായിട്ട് സഹായിക്കുന്നതാണ്. കലകൾ കുറച്ചും കൂടെ നിങ്ങളെ സഹായിക്കുന്നതാണ്. മ്യൂസിക് ആയിരിക്കാം, ആർട്സ് ആയിരിക്കാം, അതും കുറച്ച് നിങ്ങളെ റിലാക്സ്ഡ് ആക്കി നിർത്താനായിട്ട് സഹായിക്കുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. കുറച്ച് പേർക്ക് സേക്രൽ ചക്ര ഹീലിങ്ങിൽ ഫോക്കസ് ചെയ്യാനായിട്ടും പറയുന്നുണ്ട്. എന്തെങ്കിലുമൊക്കെ ആവശ്യമില്ലാത്ത എനർജീസ് നിങ്ങളുടെ ഉള്ളിൽ ഉണ്ടെങ്കിൽ ആദ്യം ഞാൻ പറഞ്ഞ സെയിം കാര്യമാണ്. സേക്രൽ ചക്ര മെഡിറ്റേഷൻ ചെയ്യുക, ഫുൾ മൂൺ ടൈമിൽ ക്ലെൻസ് ചെയ്യുക, അതെല്ലാം സഹായിക്കുന്നതാണ്. ലിവ് യുവർ പർപ്പസ്. അപ്പോൾ നിങ്ങളോട് പറയുന്നത് ലൈഫിലൊരു പർപ്പസ് കൊണ്ടുവരാനായിട്ട് ശ്രമിക്കുക. എന്ത് ചെയ്യുമ്പോഴും എന്തിനു വേണ്ടിയിട്ടാണ് ഞാനത് ചെയ്യുന്നത്, അതിൻ്റെ പർപ്പസ് എന്താണ്, അത് മനസ്സിലാക്കി ചെയ്യാനായിട്ട് ശ്രമിക്കുക. അത് നിങ്ങളെ സഹായിക്കുന്നതാണ്. അതോടൊപ്പം തന്നെ നിങ്ങളോട് കുറച്ചും കൂടെ കൈൻഡ് ആയിട്ടിരിക്കാനായിട്ടും ഈ ഒരു ഫുൾ മൂൺ ടൈമിൽ നിങ്ങളോട് പറയുന്നുണ്ട്. നെക്സ്റ്റ് നിങ്ങളുടെ ന്യൂ മൂൺ എനർജി നോക്കുക. ഇടവം രാശിക്കാർക്കുള്ള ന്യൂ മൂൺ എനർജി എന്താണ്? താങ്ക് യു. ഇവിടെ ഗോ ഡീപ്പറിൻ്റെ എനർജിയാണ്. ഈ ഒരു ന്യൂ മൂൺ നിങ്ങളുടെ ലൈഫിൽ ആഴത്തിലുള്ള ഡീപ്പായിട്ടുള്ള ഒത്തിരി എനർജീസ് കൊണ്ടുവരുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ചിലപ്പോൾ കുറച്ചും കൂടെ ഡീപ്പായിട്ട് കാര്യങ്ങളെ മനസ്സിലാക്കാനായിട്ടുള്ള ഒരു എനർജി ആയിരിക്കാം. ചിലപ്പോൾ ട്രാൻസ്ഫോർമേഷൻ, മാറ്റങ്ങൾ നിങ്ങളുടെ ലൈഫിൽ ഈ ഒരു എനർജി കൊണ്ടുവരുന്നുണ്ടാകാം ന്യൂ മൂൺ ടൈമിൽ വന്നിട്ട്. അപ്പോൾ ആ കാര്യങ്ങൾ ശ്രദ്ധിക്കുക. ഇവിടെ ലാസ്റ്റ് ക്വാർട്ടർ മൂൺ ഇൻ ഏരീസ് ആണ്. വർക്ക് ത്രൂ യുവർ ഫീലിങ്സ്. അപ്പോൾ നിങ്ങളോട് ഈ ഒരു ന്യൂ മൂൺ ടൈമിൽ നിങ്ങളുടെ ഫീലിങ്സ്, ഇമോഷൻസ് കുറച്ചും കൂടെ പോസിറ്റീവായിട്ട് നിലനിർത്താനായിട്ടാണ് പറയുന്നത്. അത് നിങ്ങളെ സഹായിക്കുന്നതാണ്. അപ്പോൾ ഈ ഒരു ന്യൂ മൂൺ ടൈമിൽ കുറച്ചും കൂടെ ആഴത്തിലുള്ള, കുറച്ചും കൂടെ ജീവിതത്തിൽ അർത്ഥം കൊണ്ടുവരുന്ന എനർജീസ്, ഡീപ്പായിട്ടുള്ള ഇമോഷൻസ് കൊണ്ടുതരുന്ന എക്സ്പീരിയൻസ് നിങ്ങൾക്ക് ലഭിക്കുന്നുണ്ടാകാം ഈ ഒരു ടൈം പീരീഡിൽ വന്നിട്ട്. കുറച്ച് പേർക്ക് എന്തെങ്കിലുമൊക്കെ പോസിറ്റീവായിട്ടുള്ള കമ്മിറ്റ്മെൻ്റ് ആണ്, ആഴത്തിലുള്ള എന്തെങ്കിലുമൊക്കെ കമ്മിറ്റ്മെൻറ്റിൻ്റെ എനർജിയും കാണുന്നുണ്ട്. ചിലപ്പോൾ മാരേജ് അല്ലെങ്കിൽ എൻഗേജ്മെൻറ്റ്, അതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള എന്തെങ്കിലുമൊക്കെ ന്യൂ എനർജീസും കടന്നു വരുന്നുണ്ടാകാം. ബാക്കിയുള്ള എനർജീസ് നോക്കാം. നിങ്ങളുടെ ബാക്കിയുള്ള എനർജീസ് എന്താണ്? താങ്ക് യു. ഇടവം ടോറസ്, താങ്ക് യു. ദ സണ്ണിൻ്റെ എനർജി, ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള എനർജിയാണ് കാണുന്നത്. ഇവിടെ പറഞ്ഞ പോലെ തന്നെ യൂണിവേഴ്സൽ സപ്പോർട്ട്, പ്രകൃതിയുടെ ഒത്തിരി സപ്പോർട്ട് നിങ്ങൾക്ക് ഈ ഒരു മന്ത് ലഭിക്കുന്നതാണ്. കുറച്ച് പേർക്ക് ഹീലിങ്ങിന് വേണ്ടിയിട്ടായിരിക്കാം, അല്ലെങ്കിൽ പാസ്റ്റിലെ കാര്യങ്ങൾ ലെറ്റ് ഗോ ചെയ്യാനായിട്ടായിരിക്കാം ഈ ഒരു സപ്പോർട്ട് ലഭിക്കുന്നത്. കണ്ടോ, 5 ഓഫ് വാണ്ട്സിൻ്റെ എനർജി. എന്തെങ്കിലുമൊക്കെ കോമ്പറ്റീഷൻ, എന്തെങ്കിലുമൊക്കെ നെഗറ്റീവ് സിറ്റുവേഷൻസ് നിങ്ങളുടെ ലൈഫിലുണ്ടെങ്കിൽ അത് ഹീൽ ചെയ്യാനായിട്ട്, അല്ലെങ്കിൽ അവിടെ ഒരു ക്ലാരിറ്റി, വ്യക്തത കൊണ്ടുവരാനായിട്ട് നിങ്ങളെ സഹായിക്കുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. കാരണം സൺ വന്നു കഴിയുമ്പോൾ അവിടെ ലൈറ്റ് വരുന്നതാണ്, പ്രകാശം വരുന്നതാണ്.
എല്ലാത്തിനും ഒരു വ്യക്തത വരുന്നതാണ്. ഓക്കെ, അപ്പോൾ അത് കുറച്ച് പേരെ സഹായിക്കുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. കുറച്ച് പേർക്ക് എന്തെങ്കിലും പ്രൊട്ടക്ഷനുമായിരിക്കാം, ഫയർ, തീ, ആ ഒരു എലമെൻ്റായിട്ട് നിങ്ങൾ കൂടുതലായിട്ട് ടൈം സ്പെൻഡ് ചെയ്യുന്നുണ്ടെങ്കിൽ അവിടെ എന്തെങ്കിലുമൊക്കെ ഒരു പ്രൊട്ടക്ഷൻ്റെ എനർജിയും കുറച്ച് പേർക്ക് ഈ ഒരു മന്ത് ലഭിക്കുന്നതാണ്. താങ്ക് യു. കുറച്ച് പേർക്ക് പോസിറ്റീവായിട്ടുള്ള നല്ല കാര്യങ്ങൾ ചെയ്യാനായിട്ടുള്ള ഒരു ഊർജ്ജമാണ്. പുതിയ പുതിയ കാര്യങ്ങൾ ട്രൈ ചെയ്യാനായിട്ട്, കുറച്ചും കൂടെ അഡ്വഞ്ചറിൻ്റെ എനർജി ആയിട്ട് കണക്ട് ചെയ്യാനായിട്ടും കുറച്ച് പേർക്ക് ഈ ഒരു സണ്ണിൻ്റെ എനർജി ഹെൽപ്പ് ചെയ്യുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ഓക്കെ, വേറെ എന്താണ്? ടെമ്പറൻസിൻ്റെ എനർജി, ബാലൻസ് കാണുന്നുണ്ട്. 10 ഓഫ് കപ്സ്, കുറച്ച് പേർക്ക് ഫാമിലി, റിലേഷൻഷിപ്പ്, പാർട്ട്ണർഷിപ്പ്, ഓക്കെ, അവിടെയെല്ലാം ഒരു ബാലൻസ് കൊണ്ടുവരാനായിട്ട് കുറച്ച് പേർക്ക് ഈ ഒരു മന്ത് ബ്ലെസ്സിങ്സ് ഉണ്ടാകുന്നതാണ്. കുറച്ച് പേർക്ക് ഇവിടെ പാഷൻ്റെ എനർജിയാണ്, അതായത് ഓരോ കാര്യങ്ങൾ ചെയ്യാനായിട്ടുള്ള ആ ഒരു പാഷൻ, ഊർജ്ജം നിങ്ങളുടെ ലൈഫിൽ വരുന്നതാണ്. കുറച്ച് പേർക്ക് പാഷനേറ്റ് ആയിട്ടുള്ള റിലേഷൻഷിപ്പാണ്. നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ കുറച്ചും കൂടെ പാഷൻ കടന്നു വരുന്നതായിട്ട്, പരസ്പരം കുറച്ചും കൂടെ ആ ഒരു ലവ്, സ്നേഹം, ആ ഒരു എനർജി എക്സ്പീരിയൻസ് ചെയ്യാനായിട്ട് കുറച്ച് പേർക്ക് ഈ ഒരു മന്ത് സാധിക്കുന്നുണ്ടാകാം. വേറെ എന്താണ്? താങ്ക് യു. 9 ഓഫ് പെൻറ്റക്കിൾസ്, 7 ഓഫ് പെൻറ്റക്കിൾസിൻ്റെ എനർജി. ഇവിടെ നിങ്ങളോട് നിങ്ങളുടെ മണി ഫിനാൻസ് ആയിട്ടുള്ള കാര്യങ്ങൾ, സാമ്പത്തികമായിട്ടുള്ള ഇടപാടുകൾ കുറച്ചും കൂടെ കെയർഫുള്ളി ഹാൻഡിൽ ചെയ്യാനായിട്ട് പറയുന്നുണ്ട്. കുറച്ചും കൂടെ പേഷ്യൻസോടുകൂടി സമയമെടുത്ത് ചിന്തിച്ച് ആലോചിച്ച് ഡിസിഷൻസ്, തീരുമാനങ്ങൾ എടുക്കുക. എഗെയിൻ നിങ്ങളുടെ പ്രാക്ടിക്കലായിട്ടുള്ള നിങ്ങളുടെ ആ ഒരു ബുദ്ധിശക്തി യൂസ് ചെയ്യുക നിങ്ങളുടെ മണി മാനേജ് ചെയ്യുന്ന സമയത്ത്. കുറച്ച് പേർക്ക് റിട്ടേൺ ലഭിക്കാനായിട്ട് കുറച്ചൊരു താമസം എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ചിലപ്പോൾ നിങ്ങൾ പാസ്റ്റിൽ ചെയ്ത എന്തെങ്കിലും കാര്യങ്ങൾക്കായിരിക്കാം അതിൻ്റെ റിസൾട്ട് കുറച്ചൊന്ന് വെയിറ്റ് ആകുന്നതായിട്ടും എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ അവിടെ ക്ഷമ ആവശ്യമാണ്. നിങ്ങളുടെ സമയമെടുക്കുക, ലൈഫ് കുറച്ചും കൂടെ എൻജോയ് ചെയ്യുക. അത് നിങ്ങളെ സഹായിക്കുന്നതായിട്ട് കാണുന്നുണ്ട് ഈ ഒരു ടൈം പീരീഡിൽ വന്നിട്ട്. നെക്സ്റ്റ് നിങ്ങളുടെ ഈ ഒരു മന്തിലോട്ടുള്ള ബ്ലെസ്സിങ് എന്തൊക്കെയാണെന്ന് നോക്കാം. ടോറസ്, ഇടവം രാശിക്കാർക്കുള്ള ബ്ലെസ്സിങ് എന്തൊക്കെയാണ്? താങ്ക് യു. റീകൺസിലിയേഷൻ, ഇവിടെ എന്തെങ്കിലുമൊക്കെ തെറ്റിദ്ധാരണകൾ, മിസ്അണ്ടർസ്റ്റാൻഡിങ്സ് ഒക്കെ മാറ്റിയിട്ട് ഒരു കോംപ്രമൈസിലെത്താനായിട്ടുള്ള ഒരു എനർജി കാണുന്നുണ്ട്. എക്സസൈസ് ക്ലാസ്സസ്, എന്തെങ്കിലും ഒരു പുതിയൊരു ക്ലാസ്സിൽ ജോയിൻ ചെയ്യാനായിട്ടുള്ള ഒരു എനർജി. കുറച്ച് പേര് നിങ്ങളുടെ ബോഡിക്ക് കുറച്ചും കൂടെ ശ്രദ്ധ കൊടുക്കുന്നുണ്ടാകാം. എക്സസൈസ്, യോഗ, അതിലെല്ലാം ശ്രദ്ധിക്കുന്നുണ്ടാകാം. റേ ഓഫ് ഹോപ്പ്, പ്രതീക്ഷയുടെ എനർജി കാണുന്നുണ്ട്. ഫോറിൻ സ്റ്റഡി വിസ, കുറച്ച് പേർക്ക് ഇവിടെ വിസ അപ്രൂവ് ആകുന്നതാണ്. അല്ലെങ്കിൽ പഠനമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള എന്തെങ്കിലുമൊക്കെ ബ്ലെസ്സിങ്സ് വരുന്നുണ്ടാകാം. ഇവിടെ ഫിനാൻഷ്യൽ സെക്യൂരിറ്റി, കംപ്ലീഷൻ്റെ എനർജി, നെക്സ്റ്റ് ഫേസ് ഓഫ് ലൈഫിൻ്റെ എനർജി വരുന്നുണ്ട്. എന്തെങ്കിലും ഒരു ഫേസ് കംപ്ലീറ്റ് ചെയ്തിട്ട് ഒരു നെക്സ്റ്റ് ഫേസിലോട്ട്, ഒരു നെക്സ്റ്റ് സ്റ്റെപ്പിലോട്ട് നിങ്ങൾ കടക്കുന്നതായിട്ടും കാണുന്നുണ്ട്. കുറച്ച് പേർക്ക് നിങ്ങൾക്ക് ആവശ്യമുള്ള ഫിനാൻഷ്യൽ സെക്യൂരിറ്റി കുറച്ച് പേർക്ക് ലഭിക്കുന്നുണ്ടാകാം. യൂണിവേഴ്സിൻ്റെ സപ്പോർട്ടായിരിക്കാം കുറച്ച് പേർക്ക് വന്നിട്ട്. വേറെ എന്തൊക്കെ ബ്ലെസ്സിങ് ആണുള്ളത് നോക്കാം. ടോറസ്, ഇടവം രാശിക്കാർക്ക് താങ്ക് യു. ലുക്ക് ഫോർ സൈൻ, നിങ്ങൾക്ക് സമയാസമയങ്ങളിൽ കറക്റ്റായിട്ടുള്ള ഗൈഡൻസ് ലഭിക്കുന്നതാണ്. അപ്പോൾ ഇൻറ്റ്യൂഷൻ ട്രസ്റ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. രമണ മഹർഷിയുടെ എനർജി ഒത്തിരി സ്പിരിച്വലായിട്ടുള്ള, ആത്മീയമായിട്ടുള്ള എനർജിയാണ്. അങ്ങനെ ഓറയുള്ള വ്യക്തികളെ മീറ്റ് ചെയ്യാനായിട്ടുള്ള ബ്ലെസ്സിങ് ആയിരിക്കാം കുറച്ച് പേർക്ക് വന്നിട്ട്. അല്ലെങ്കിൽ രമണ മഹർഷിയുടെ ഫിലോസഫി അല്ലെങ്കിൽ ബുക്സ്, അവിടെ നിന്ന് എന്തെങ്കിലുമൊക്കെ നോളേജ്, ഒരു എനർജി നിങ്ങളുടെ ലൈഫിലോട്ട് വരുന്നുണ്ടാകാം. കുറച്ച് പേർക്ക് സൈലൻസിൻ്റെ എനർജിയാണ്. അതായത് ചില സിറ്റുവേഷൻസ്, ചില ചാലഞ്ചസ് നിങ്ങളെ ട്രിഗർ ചെയ്യുന്ന സമയത്ത് സൈലൻസ് നിങ്ങളെ ഒത്തിരി ഹെൽപ്പ് ചെയ്യുന്നതാണ്. നിങ്ങളുടെ ഉള്ളിലോട്ട് തിരിയുന്നത് നിങ്ങളെ ഒത്തിരി ഹെൽപ്പ് ചെയ്യുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. യു ആർ റെഡി. കുറച്ച് പേർക്ക് ഇവിടെ എന്തെങ്കിലും കാര്യങ്ങൾ ഓക്കെ ആകുന്നതായിരിക്കാം. കുറച്ച് പേര് എന്തെങ്കിലും കാര്യങ്ങൾ, എന്തെങ്കിലുമൊക്കെ പ്രിപ്പറേഷൻ നടത്തുന്ന ഒരു എനർജിയും ആയിരിക്കാം. ഇവിടെ എത്തിക്സിൻ്റെ എനർജിയും വരുന്നുണ്ട്. കുറച്ച് പേര് എത്തിക്സ് ഫോളോ ചെയ്യുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. അത് നിങ്ങളുടെ ലൈഫിൽ ഒത്തിരി പോസിറ്റീവ് റിസൾട്ട് കൊണ്ടുവരുന്നതാണ്. എത്തിക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ധാർമ്മികതയാണ്. അപ്പോൾ അതിന് കുറച്ചും കൂടെ മുൻഗണന കൊടുക്കുന്നുണ്ടാകാം ഈ ഒരു സമയത്ത് വന്നിട്ട്. അല്ലെങ്കിൽ അതിനെക്കുറിച്ചിട്ട് മറ്റുള്ളവരെ മനസ്സിലാക്കിക്കാനായിട്ടും കുറച്ച് പേര് ശ്രമിക്കുന്നുണ്ടാകാം. ഇവിടെ സപ്പോർട്ട് കാണുന്നുണ്ട്. കുറച്ച് പേർക്ക് ഒത്തിരി സപ്പോർട്ട്, ഒത്തിരി സഹായം ലഭിക്കുന്നതാണ് ഈ ഒരു മന്ത് വന്നിട്ട്.
വർത്തിനെസ്, കുറച്ച് പേർക്ക് നിങ്ങളുടെ മൂല്യം, നിങ്ങളുടെ വർത്ത് മനസ്സിലാക്കുന്ന രീതിയിലുള്ള എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ നിങ്ങളുടെ ലൈഫിൽ സംഭവിക്കുന്നതാണ്. ഇവിടെ വിക്ടറി കാണുന്നുണ്ട്, ഒത്തിരി സക്സസിൻ്റെ എനർജി, വിജയത്തിൻ്റെ എനർജി കാണുന്നുണ്ട്. കുറച്ച് പേർക്ക് ഇവിടെ അപ്രൂവലാണ്, എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ ഓക്കെ ആകുന്നതാണ്, അപ്രൂവൽ ലഭിക്കുന്നതാണ്. അപ്പോൾ അത് ഒരു പോസിറ്റീവ് എനർജിയായിട്ട് കണക്ട് ചെയ്യാനായിട്ട് നിങ്ങളെ സഹായിക്കുന്നതാണ്. ഫൈനലായിട്ട് നിങ്ങളുടെ അഫർമേഷൻ എന്താണെന്ന് നോക്കുക. താങ്ക് യു. ഇടവം രാശി ടോറസിൻ്റെ അഫർമേഷൻ എന്താണ് ജൂലൈ മാസത്തിലോട്ടുള്ള? താങ്ക് യു. ഇവിടെ ടുഡേ ഐ വിൽ പെർസീവിയർ, ടുഡേ നത്തിങ് വിൽ വറി മീ, ഓൾ മൈ പ്രോബ്ലംസ് വിൽ പാസ് ഇൻ ടൈം. ഈ സമയവും കടന്നു പോകും. അത് നിങ്ങൾ മനസ്സിൽ ഉറച്ചു വിശ്വസിക്കാനായിട്ട് ശ്രമിക്കുക. അത് നിങ്ങളെ കുറച്ചും കൂടെ സ്മൂത്തായിട്ട് മുന്നോട്ട് പോകാനായിട്ട് ഈ ഒരു മന്ത് നിങ്ങളെ സഹായിക്കുന്നതാണ്. അതുപോലെ തന്നെ ടുഡേ ഐ ആം ഇൻ ചാർജ് വന്നിട്ടുണ്ട്. ടുഡേ ഐ ആം ഇൻ കൺട്രോൾ ഓഫ് ഹൗ ഐ ഫീൽ, നോബഡി ക്യാൻ മേക്ക് മീ ഫീൽ എനി അതർ വേ ദാൻ ഹാപ്പി. സെയിം കാര്യം തന്നെയാണ്. മറ്റുള്ളവരുടെ ഇൻഫ്ലുവൻസ്, മറ്റുള്ളവരുടെ വേർഡ്സ് നിങ്ങളെ ഏതെങ്കിലും രീതിയിൽ എന്താ പറയുക ലോ വൈബ്രേഷനിലോട്ട് കൊണ്ടുപോകുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ലൈഫിൻ്റെ കൺട്രോൾ നിങ്ങൾ വീണ്ടെടുക്കാനായിട്ട് ശ്രമിക്കുക. അത് നിങ്ങളെ സഹായിക്കുന്നതാണ്. നിങ്ങളെ ഓവറായിട്ട് ക്രിട്ടിസൈസ് ചെയ്യാതിരിക്കുക, വിമർശിക്കാതിരിക്കുക. അല്ലെങ്കിൽ മറ്റുള്ളവരെ നിങ്ങളെ വിമർശിക്കുന്നുണ്ടെങ്കിൽ അത് ലെറ്റ് ഗോ ചെയ്യാനായിട്ട് ശ്രമിക്കുക. നിങ്ങൾക്ക് എന്താണോ ചെയ്യാനുള്ളത് അവിടെ ആ ഒരു പെർസീവിയറൻസ്, ആ ഒരു എന്താ പറയുക എല്ലാം ചെയ്യാനായിട്ടുള്ള ആ ഒരു ഊർജം കൊടുക്കുക. ഫോക്കസ്ഡ് ആയിട്ട് മുന്നോട്ട് പോകുക. അത് നിങ്ങളെ സഹായിക്കുന്നതാണ്. അപ്പോൾ എന്ത് സിറ്റുവേഷൻ വന്നാലും അതെല്ലാം തരണം ചെയ്യാനായിട്ട് എനിക്ക് പോസിബിൾ ആകുന്നതാണ്. ആ ഒരു എനർജിയിൽ ഊർജ്ജത്തിലിരിക്കാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ ഇത്രയാണ് നിങ്ങളുടെ ഈ ഒരു മാസത്തിലോട്ടുള്ള മെസ്സേജസ് ആൻഡ് ഗൈഡൻസ് വന്നിട്ട്. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഫാമിലി ഫ്രണ്ട്സൊക്കെ ആയിട്ട് ഷെയർ ചെയ്യാനായിട്ട് മറക്കാതിരിക്കുക. അടുത്ത വീഡിയോ ആയിട്ട് കാണുമ്പോൾ ബൈ ആൻഡ് ടേക്ക് കെയർ. താങ്ക് യു.